fine. I hope you are very fine at your home. You should be very careful about the coronavirus. In the last class, I told you the initial part of the topic, medieval worlds, the centers of power. Can you recollect what are the things that you had learned from that topic? എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചതെന്ന് നിങ്ങൾക്ക് റീകളക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? Given you some activities related with that, and I think that you are all done that. നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങൾ ഞാൻ തന്നിരുന്നു, അതെല്ലാം ചെയ്തു കാണുമെന്ന് വിശ്വസിക്കുന്നു. Once more I shall say the main points related with that. We studied what is medieval world, its specialities. And next about the Roman Empire was divided into two parts. They are mainly Eastern Roman Empire and Western Roman Empire. We already studied Eastern Roman Empire. The most important ruler of the Eastern Roman Empire was Justinian. He was very famous for his code of law, and his code of law is known as the Corpus Juris Civilis. It has three parts: the code, the digest, and institute. And also the code of law is based on three principles: generosity, justice, and logic. These are the three basic principles of the code of law. His code of law is very famous, and most of other countries also indebted to the formation of their code of law. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് റോമാ സാമ്രാജ്യത്തെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അതിൽ ഈസ്റ്റേൺ റോമൻ എംപയർ ആണ്. ഈസ്റ്റേൺ റോമൻ എംപയർ എന്ന് പറയുന്നത് പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ചക്രവർത്തിയായിരുന്നു ജസ്റ്റീനിയൻ എന്ന് പറയുന്നത്. ജസ്റ്റീനിയൻ ഏറ്റവും ഫേമസ് ആകുന്ന അദ്ദേഹത്തിൻ്റെ നിയമസംഹിതയാണ്. ആ നിയമസംഹിത എന്ന് പറയുന്നത് 3 തത്വങ്ങൾ അധിഷ്ഠിതമായിരുന്നു. അതെന്ന് പറയുന്നത് യുക്തി, ഔദാര്യം, നീതി. അതുപോലെ തന്നെ നിയമസംഹിതയ്ക്ക് 3 ഭാഗങ്ങളുണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് ദ കോഡ്, ദ ഡൈജസ്റ്റ്, ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. എല്ലാവർക്കും അതിനെക്കുറിച്ച് ധാരണയുണ്ട് എന്ന് ഞാൻ കരുതുന്നു. നെക്സ്റ്റ് വി ഹാവ് ടു ഗോ ത്രൂ the part Western Roman Empire. Western Roman Empire is known as Holy Roman Empire. Why we known as Holy Roman Empire? എന്തുകൊണ്ടാണ് ഈ പാശ്ചാത്യ റോമാ സാമ്രാജ്യത്തെ ഹോളി റോമൻ എംപയർ അല്ലെങ്കിൽ പരിശുദ്ധ റോമാ സാമ്രാജ്യം എന്ന പേരിൽ അറിയപ്പെടുന്നത്? ആൻഡ് ഇറ്റ് വാസ് എ വൈഡ് എംപയർ വെൻ കമ്പയർഡ് ടു ദ ഈസ്റ്റേൺ റോമൻ എംപയർ. ഈസ്റ്റേൺ റോമൻ എംപയറിനെ താരതമ്യം ചെയ്ത് പറയുമ്പോൾ വെസ്റ്റേൺ റോമൻ എംപയർ എന്ന് പറയുന്നത് ഒരു വലിയ സാമ്രാജ്യമായിരുന്നു. ഇതിന് പറയുന്ന മറ്റൊരു പേരായിരുന്നു പരിശുദ്ധ റോമാ സാമ്രാജ്യം എന്ന്. വൈ വി കോൾ ഇറ്റ് ആസ് ഹോളി റോമൻ എംപയർ? എന്തുകൊണ്ടാണ് ഇനി പരിശുദ്ധ റോമാ സാമ്രാജ്യം എന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ എല്ലാ സാമ്രാജ്യത്തിനോടൊപ്പം നമുക്ക് പരിശുദ്ധ സാമ്രാജ്യം ചേർക്കാൻ പറ്റും. പക്ഷേ ഈ റോമാ സാമ്രാജ്യത്തെ അല്ലെങ്കിൽ പാശ്ചാത്യ റോമാ സാമ്രാജ്യത്തെ എന്തുകൊണ്ട് എന്ന് പറയുന്നു? അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് അതിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ എങ്ങനെയുള്ളതായ ഒരു രാജ്യമായിരുന്നു ഈ റോമാ സാമ്രാജ്യം എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇറ്റ് വാസ് സബ്ജക്റ്റഡ് ടു കണ്ടിന്യൂസ് ഇൻവേഷൻ ഓഫ് എ ജർമാനിക് ട്രൈബ് or a nomadic group of people. Among those nomadic tribe of people, Franks were the most prominent. അതായത് എല്ലായ്പ്പോഴും മറ്റ് അപരിഷ്കൃതമായിട്ടുള്ള ആൾക്കാരുടെ ആക്രമണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായിരുന്നു പാശ്ചാത്യ റോമാ സാമ്രാജ്യം എന്ന് പറയുന്നത്. The most prominent among them was the Franks. Franks established an empire there called the Frankish Empire. The notable ruler of the Frankish Empire was Charlemagne. Charlemagne was an efficient administrator or an efficient ruler of the Frankish Empire. അതായത് എല്ലായ്പ്പോഴും മറ്റുള്ളവരെ ആക്രമണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായിരുന്നു പരിശുദ്ധ റോമാ സാമ്രാജ്യം എന്ന് പറയുന്നത്. ഏറ്റവും പ്രസിദ്ധരായിട്ടുള്ള അക്രമകാരികൾ എന്ന് പറയുന്ന ഫ്രാങ്കുകളായിരുന്നു. ഫ്രാങ്കുകൾ അവിടെ ഒരു സാമ്രാജ്യം സ്ഥാപിച്ചു. ആ സാമ്രാജ്യത്തിന്റെ പേരാണ് ഫ്രാങ്കിഷ് സാമ്രാജ്യം എന്ന് പറയുന്നത്. ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായിട്ടുള്ള ഭരണാധികാരിയായിരുന്നു ഷാലമീൻ എന്ന് പറയുന്നതായ വ്യക്തി. പിൽക്കാലത്ത് ഷാലമീനെ
പരിശുദ്ധനായിട്ടുള്ള റോമാ ചക്രവർത്തി എന്ന് അറിയപ്പെട്ടു. ഇസ് ഹോളി റോമൻ എംപറർ. Charlemagne is known as the Holy Roman Emperor. Why we call him as the Holy Roman Emperor? It is said that the Lombards, who were the nomadic tribes or uncultured people who attacked, is Pope Leo III. Pope Leo III was the spiritual leader there, and he was attacked by this Lombards, and in that critical situation, the Charlemagne escaped him from the hands of the Lombards, and as gratitude, the Pope crowned him as the Holy Roman Emperor. ലൊംബാർഡുകളിൽ നിന്ന് തന്നെ രക്ഷിച്ചതിന് പ്രതിപകാരമായിട്ട് പോപ്പ് അദ്ദേഹത്തിന് പരിശുദ്ധ റോമാ ചക്രവർത്തിയായിട്ട് കിരീടധാരണം ചെയ്യുകയായിരുന്നു ചെയ്തത്. Can you understand what I am saying? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അതായത് പരിശുദ്ധ റോമാ സാമ്രാജ്യത്തെ അല്ലെങ്കിൽ വെസ്റ്റേൺ റോമാ സാമ്രാജ്യത്തെ പരിശുദ്ധ റോമാ സാമ്രാജ്യം എന്നറിയപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് പോപ്പിനെ ലൊംബാർഡുകളുടെ കയ്യിൽ നിന്ന് ആര് രക്ഷിച്ചു? കുഞ്ഞുങ്ങളെ ആരാണ് രക്ഷിച്ചത്? ശാലമീൻ. We know that Western Roman Empire was a vast country when compared to the Eastern Roman Empire. ഈസ്റ്റേൺ റോമനെ പൗരസ്ത്യ റോമ സാമ്രാജ്യത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ വിസ്തൃതമായ ഒരു സാമ്രാജ്യമായിരുന്നു വെസ്റ്റേൺ റോമൻ എംപയർ എന്ന് പറയുന്നത്. ഹി എക്സ്പാൻഡഡ് ഹിസ് കിങ്ഡം, തന്റെ സാമ്രാജ്യം ഹി എക്സ്പാൻഡഡ് ഹിസ് കിങ്ഡം ത്രൂ സോ മെനി പൊളിറ്റിക്കൽ അലയൻസസ് ആൻഡ് ഓൾസോ മാട്രിമോണിയൽ അലയൻസസ്. അതായത് വൈവാഹിക ബന്ധത്തിലൂടെയും അതുപോലെ രാഷ്ട്രീയ ബന്ധങ്ങളിലൂടെയും ശാലമീൻ തന്റെ സാമ്രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചു. ഹി ബ്രോട്ട് most of the European countries under his control. He was a great conqueror as well as a great administrator. അതായത് വലിയൊരു യുദ്ധവീരനും അതേപോലെ ഒരു പ്രസിദ്ധനായിട്ടുള്ള ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഭരണാധികാരിയുമായിരുന്നു ശാലമീൻ എന്ന് പറയുന്നത്. യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളും അദ്ദേഹം തൻ്റെ കൺട്രോളിലേക്ക്, തൻ്റെ ആക്രമണ പരമ്പരയിലൂടെ തൻ്റെ കൺട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ട് അദ്ദേഹം he brought most of the countries in his control through his invasions. Look at the textbook and see the page number 11. Next, what were his contributions as a great administrator or an efficient administrator? ഒരു നല്ല പ്രസിദ്ധനായിട്ടുള്ള ഭരണാധികാരി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് ഓർ സംഭാവനകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. And he established a centralized system of administration. Centralized system of administration means ഒരു കേന്ദ്രീകൃത ഭരണ സംവിധാനം അദ്ദേഹം കൊണ്ടുവന്നു. He was the leader he was the top authority of his kingdom. His next contribution was that he entrusted local administration in the hands of a group of officials called count. അദ്ദേഹത്തിന്റെ മറ്റൊരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പ്രാദേശിക ഭരണം അദ്ദേഹം ഒരു കൂട്ടം ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചു. അവർക്ക് പറയുന്ന പേരായിരുന്നു കൗണ്ടുകൾ. വാട്ട് ഈസ് കോൾഡ് കൗണ്ട് വേറെ ഗ്രൂപ്പ് ഓഫ് ഒഫീഷ്യൽസ്. ദേ കൺട്രോൾഡ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. പ്രാദേശിക ഭരണം. ദേ കൺട്രോൾഡ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. ടു സൂപ്പർ ചെക്ക് ദോസ് കൗണ്ട്, ഈ കൗണ്ടിനെ സൂപ്പർ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ഹി അപ്പോയിന്റഡ് അനദർ ഗ്രൂപ്പ് ഓഫ് സീക്രട്ട് ഒഫീഷ്യൽസ് കോൾഡ് മിസൈ ഡൊമിനിസി. അതായത് മിസൈ ഡൊമിനിസി എന്നറിയപ്പെടുന്നതായ ഒരു രഹസ്യ വിഭാഗത്തെ അദ്ദേഹം നിയമിച്ചു. നല്ല രീതിയിലാണോ കൗണ്ടുകൾ തന്റെ ജോലി നിർവഹിക്കുന്നത്, അവരുടെ ജോലികൾ നിർവഹിക്കുന്നത്, അതായത് പ്രാദേശിക തലത്തിൽ നല്ല രീതിയിലുള്ള ഭരണമാണോ ലഭിക്കുന്നത് മനസ്സിലാക്കുന്നതിന് വേണ്ടി അവർ മറ്റൊരു നമ്മൾ പറയും ചാരന്മാരെ ഏർപ്പെടുത്തിയത്, രഹസ്യ വിഭാഗത്തെ ഏർപ്പെടുത്തി, വിജിലൻസുകാർ വന്നതുപോലെ സൂപ്പർ ചെക്കിങ്ങിന് വന്നു എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. അതുപോലെ ഇങ്ങനെ ഈ പ്രാദേശിക ഭരണത്തെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി മറ്റൊരു രഹസ്യ വിഭാഗത്തെ ശാലമീനെ ഏർപ്പെടുത്തുകയും those secret group is called the Misai Dominici. Another important reform is that he formed a relief fund, ദുരിതാശ്വാസ നിധി for to help the poor. നമുക്കറിയാം ദുരിതാശ്വാസ നിധി നമ്മുടെ കേരളം കണ്ട പ്രളയ കാലഘട്ടത്തിലും അതുപോലെ ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന മഹാമാരിയിലുമൊക്കെ നമ്മുടെ ദുരിതാശ്വാസ നിധിയുണ്ട് അല്ലേ. നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എന്നൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണല്ലേ. അപ്പൊ ഇതും എന്താണ്, അതേപോലെ ശാലമീൻ established a relief fund to help the poor, to help the needy people, to help the deserved people, അർഹരായവർക്ക്.
അതല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് എന്ത് ചെയ്തു, അവരുടെ ക്ഷേമത്തിന് വേണ്ടി ഫോർ ദ വെൽഫെയർ ഓഫ് ദ പോർ പീപ്പിൾ ഹി എസ്റ്റാബ്ലിഷ്ഡ് എ റിലീഫ് ഫണ്ട് ആൻഡ് ഓൾസോ ഹി സ്റ്റാർട്ടഡ് എ series or a network of education institutions throughout his country. തന്റെ സാമ്രാജ്യത്തിലുടനീളം ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹം he started so many or a series of education institutions throughout his country for intellectual awakening. As a result of the starting up of these education institutions, there arose or they are developed an intellectual awakening, and this intellectual awakening is known as Carolingian Renaissance. ഇതിനെ പറയുന്ന പേരാണ് Carolingian Renaissance period എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് കരോലിൻജിയൻ റെനൈസൻസ് എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഷാലമീൻ ബിലോങ് ടു Carolingian dynasty, and the awakening or intellectual awakening that happened during his time is known as the Carolingian Renaissance എന്ന പേരിൽ അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, അതായത് ഒരു ഇന്റലക്ച്വൽ ബൗദ്ധികമായിട്ട് ഒരു നവോത്ഥാനം ഉണ്ടായതുകൊണ്ട് അതിനെ റെനൈസൻസ് എന്ന പേരിൽ അറിയപ്പെടാനുള്ള കാരണമെന്ന് പറയുന്നത്. Once again I shall say the points. And Charlemagne, who was the notable ruler of the Carolingian dynasty, and he was a notable ruler of the Frankish Empire. He belonged to Carolingian dynasty, and his contributions were he started a centralized system of administration. He appointed a group of officials called Count for the smooth functioning of the local administration, and also another to super check the accounts. He appointed another secret group called Missae Dominici, and he started a relief fund for helping the poor. And next one or the last one is he started a series of education institutions. It resulted in the intellectual or the Carolingian Renaissance. നമ്മൾ പഠിച്ചതായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് പഠിച്ചതായ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ചില തുടർ പ്രവർത്തനങ്ങൾ ഞാൻ തരാം, അത് നിങ്ങൾ ചെയ്യുക. Write down. The first question. Western Roman Empire is known as Holy Roman Empire. Why? അതായത് പാശ്ചാത്യ റോമ സാമ്രാജ്യത്തെ എന്തുകൊണ്ടാണ് പരിശുദ്ധ റോമ സാമ്രാജ്യം എന്ന പേരിൽ അറിയപ്പെടുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which were the main administrative reforms of Charlemagne? ഷാലമീൻ്റെ പ്രധാനപ്പെട്ട ഭരണപരിഷ്കാരങ്ങൾ ഏതെല്ലാം ആയിട്ടുണ്ട്? തന്നിരിക്കുന്നതായ തുടർ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യുക. ബാക്കി ഭാഗം